നിന്റെ കുടുംബത്തിൽ ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്. അമ്മായിമ്മ നമുക്ക് പറയാൻ പാടില്ല, പക്ഷേ ഭർത്താവിൻ്റെ ഉമ്മയുണ്ട്, ഭർത്താവിൻ്റെ ഉപ്പയുണ്ട്, ജ്യേഷ്ഠാഞ്ചന്മാരുണ്ട്, പെങ്ങന്മാരുണ്ട്, അനുജത്തിമാരുണ്ട്. എല്ലാവരും അടങ്ങുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലാണ് നീയുള്ളത്. അതുകൊണ്ട് ആ കുടുംബത്തെ നീ ചേർത്ത് പിടിക്കണമെന്നാണ്. ഒന്നിൻ്റെ പേരിലും ഒരു വാക്കിൻ്റെയോ അല്ലെങ്കിൽ വർത്തമാനത്തിൻ്റെയോ ഒരു സംസാരത്തിൻ്റെയോ ഒരു പ്രവൃത്തിയുടെയോ അതല്ലെങ്കിൽ നോട്ടത്തിൻ്റെയോ പേരിൽ കുടുംബങ്ങൾ തെറ്റി നിൽക്കുന്നത് മാത്രമല്ല, സ്വത്തോഹരി വെച്ച സമയത്ത് ഒരു വിഭാഗത്തിന് കിട്ടിയത് അങ്ങാടിയല്ല പാറയാണെന്നും അതിൽ ഭൂമി കിട്ടിയത് ശരിയായില്ല എന്നും അല്ലെങ്കിൽ ഓഹരി ശരിയായില്ല എന്നും പരസ്പരം പോരടിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കുടുംബം നീ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കാൻ പാടില്ല. നീ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കണമെന്നാണ്. അതിൻ്റെ ഏറ്റവും വലിയ ബാധ്യത എനിക്കും നിങ്ങൾക്കും തന്നെയാണ്. സ്ത്രീയായ ഒരാളാണ് കുടുംബത്തിൻ്റെ കെട്ടുന്ന കയർ എന്നാണ്. ഒരു കുടുംബത്തെ ചേർത്ത് പിടിക്കേണ്ടുന്ന കയർ ആണല്ല, അത് സ്ത്രീകളായ നമ്മളാണ്. നമ്മുടെ പെരുമാറ്റത്തിനനുസരിച്ച് നിങ്ങൾ നോക്കൊണ്ടു, നമ്മുടെ ഉമ്മമാരോട് ചോദിച്ചാൽ നിങ്ങൾ ഏത് മകൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, ഉമ്മാക്ക് എവിടെ പോകാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഉമ്മാക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഉമ്മമാർ പറയും എനിക്ക് ഇന്ന വീട്ടിലാണ് പോകേണ്ടത് എന്ന്. ആ വീട്ടിൻ്റെ ചന്തം കൊണ്ടോ ആ മകൻ്റെ സൗന്ദര്യം കൊണ്ടോ അല്ലത്. ആ വീട്ടിലുള്ള മകൻ്റെ ഭാര്യയുണ്ടല്ലോ, അവരാകുന്ന നമ്മളാകുന്ന ഭാര്യമാർ, ആ ഭർത്താവിൻ്റെ ഉമ്മയെ നമ്മൾ സ്നേഹിക്കുകയും പരിപാലിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ആ സ്നേഹപ്രകടനത്തിൻ്റെ സൗമ്യതയുടെ വാക്ക്, അതുകൊണ്ട് മാത്രമാണ് ഉമ്മമാരെ ഇന്ന വീട്ടിലേക്ക് പോകണം എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എല്ലാവർക്കും ഉമ്മമാരുണ്ട്, എല്ലാവർക്കും അമ്മായിമ്മമാരുമുണ്ട്. ഇവരെല്ലാം തന്നെ നമ്മുടെ സ്വർഗത്തിൻ്റെ താക്കോലുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരെ സംരക്ഷിക്കുന്നതോടുകൂടിയാണ് എനിക്കും നിങ്ങൾക്കും അള്ളാഹു സ്വർഗം നൽകുന്നത്. നാം എത്ര നമസ്കാരക്കാരായാലും എത്ര നോമ്പുകാരായാലും നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവർ ഒരുമിച്ച് തീരുമാനിച്ചോ ആ സ്വർഗം കാണിക്കാൻ. ആ സ്വർഗം നമുക്ക് അള്ളാഹു കാണിക്കുകയില്ല എന്ന്. കാരണം അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്നാണ്. മാതാക്കളുടെ കാൽ കീഴിലാണ് മക്കൾക്കുള്ള സ്വർഗം. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ്. ഇത് മക്കൾക്കും മരുമക്കൾക്കുമാണ്. ഇവർക്കൊക്കെയും സ്വർഗം കിട്ടണമെങ്കിൽ അവർക്കൊക്കെ ഒരു ഭർത്താവുണ്ടായ ഉമ്മ ഉണ്ടാകും, ഒരു മകനുണ്ടായ മകനും ഒരു ഉമ്മയുണ്ടാകും. ആ ഉമ്മയുടെ സംതൃപ്തി നേടാൻ ഇന്ന് ഞാനും നിങ്ങളും അമ്മായിമ്മമാരാണ്. നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കുമുള്ള അവർക്കുള്ള സ്വർഗം നമ്മുടെ സംതൃപ്തിയിലാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അർ-റഹിമു, കുടുംബത്തെ നിങ്ങൾ ചേർത്ത് പിടിയ കുടുംബം എന്നുള്ളത് എൻ്റെ വാപ്പ, എൻ്റെ അമ്മായിമ്മ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭർത്താവിൻ്റെ അനുജന്മാർ, ആ പെങ്ങന്മാർ, എൻ്റെ മക്കൾ, ഇവരെ ഞാൻ കൂട്ടിച്ചേർക്കുന്ന ആ റഹിം എന്ന് പറഞ്ഞ കുടുംബ ബന്ധം മുഅല്ലഖത്തും ബിൽ അർശി എന്നാണ്. മറക്കരുത് നിങ്ങൾ. ഒരാളും അശ്രദ്ധ കാണിക്കണം. ഞാൻ അത്ര ദൂരത്തുനിന്ന് വന്നതാണ്. അതുകൊണ്ട് മുഅല്ലഖത്തും ബിൽ അർശി, അത് അർശുമായിട്ട് കെട്ടിയിട്ടൊരു കയറാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ സ്വർഗം നമുക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കിയതാണ്. ആ സ്വർഗം കിട്ടാൻ ഈ കുടുംബ ജീവിതത്തിലൂടെ അനവധി മാർഗങ്ങളാണ് അള്ളാഹ് കാണിച്ചു തരുന്നത്. അർ-റഹിമു, കുടുംബ ബന്ധം എന്നുള്ളത് മുഅല്ലഖത്തും ബിൽ അർശ്, അള്ളാഹുവിൻ്റെ അർശുമായി കെട്ടിയിട്ടൊരു കയറാണ് എന്നാണ്. മൻ വസലഹു, ആരെങ്കിലും അതിന് മൻ വസലനീ എന്നാണ് പറഞ്ഞത്. മൻ വസലനീ, കുടുംബമാകുന്ന എന്നെ ആരെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ, കുടുംബ ബന്ധം ആരെങ്കിലും ചേർത്ത് പിടിച്ചാൽ, വസലഹുല്ലാ, അള്ളാഹു അർശുമായിട്ട് അവനെ ചേർത്ത് പിടിക്കുമെന്നാണ്. അള്ളാഹുവിൻ്റെ അർശിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? അള്ളാഹുവിൻ്റെ സിംഹാസനമാണ് അള്ളാഹുവിൻ്റെ അർശ്. ആ അർശിനെ ചേർത്ത് നിർത്തുന്ന ഒരു വിഭാഗമാണത്രേ നമ്മളാകുന്ന കുടുംബിനികൾ. കുടുംബം നോക്കിയത് കൊണ്ട്, കുടുംബത്തെ പരിപാലിച്ചത് കൊണ്ട്, കുടുംബത്തെ ചേർത്ത് പിടിച്ചത് കൊണ്ട്, ഒരു വഴക്കോ വക്കാണത്തിനോ പോകാതെ, കുടുംബത്തെ തെറ്റാതെ, കുടുംബത്തെ തെറ്റിപ്പിരിപ്പിക്കാതെ, നുണയും ഫസാദും ഏഷണിയും പരദൂഷണവും പറഞ്ഞ് ഫിത്ന ഉണ്ടാക്കാതെ, നേരായ മാർഗത്തിൽ എല്ലാം സഹിച്ചും ക്ഷമിച്ചും കുടുംബത്തെ ചേർത്ത് പിടിച്ച ഒരു സ്ത്രീയാകട്ടെ ഒരു പുരുഷനാകട്ടെ അവർക്കാണ് അള്ളാഹുവിൻ്റെ അർശ് ചേർത്ത് വെക്കുന്നത് എന്ന് അള്ളാഹു റസൂൽ പറഞ്ഞു. ഒമൻ ഖതഅനി, ആ കുടുംബ ബന്ധത്തെ ആർ മുറിച്ച് കളയുന്നുവോ ഖതഅല്ലാഹ്, അള്ളാഹു അവനെ അർശിൽ നിന്നും മുറിച്ച് കളയുന്നതാണ് എന്നാണ്.
അള്ളാഹുവിൻ്റെ അർശുമായിട്ട് ചേർത്ത് നിർത്താനുള്ള ഒരേ ഒരു ബന്ധം ഖുർആൻ പഠിപ്പിച്ചത്, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത് കുടുംബത്തെ ചേർത്ത് പിടിക്കൽ കൊണ്ടാണ്. ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. ഈ സമ്മേളനം കൊണ്ട് നമുക്ക് നേടാൻ കഴിയേണ്ടത് നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, കുട്ടികളിൽ, മറ്റുള്ളവരിൽ നമ്മിൽ നിന്നും വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മടികൂടാതെ തിരുത്തി തൻ്റെ കുടുംബത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ സ്വർഗത്തിൻ്റെ ഒന്നാമത്തെ പണി. കുടുംബത്തെ ചേർത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് കുടുംബത്തിൽ സന്തോഷമുണ്ടാവുന്നത്. നമ്മൾ സാഹിത്യത്തിൽ പറയും കുടുംബം എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ്. അത് സത്യമാണ്. ഞാനും എൻ്റെ ഭർത്താവും ചില ദിവസങ്ങളിൽ ഒറ്റക്കാകാറുണ്ട്. ഞങ്ങളുടെ വീട് അപ്പോൾ മരിച്ച വീട് പോലെയാണ് എനിക്ക് തോന്നാറ്. ഞാൻ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി മുതലുള്ള ജീവിതമൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കുമെന്ന്. കാരണം മക്കളൊക്കെ ജോലി സ്ഥലത്താകുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ആകൽ. നോക്കി നിങ്ങൾ, നമുക്ക് കുട്ടികളും കുടുംബവും, ഇന്ന് എൻ്റെ മക്കളെല്ലാവരും വരും. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം ഞാൻ ആഗ്രഹിക്കുക. എൻ്റെ മരുമകളും എൻ്റെ മകനും കുട്ടികളും എല്ലാവരും ജോലി സ്ഥലത്തു നിന്ന് വരുമ്പോഴേക്കും ഞാനവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുകയാണിത്. എന്തിനു വേണ്ടി? എൻ്റെ കുട്ടികളെ കാണാൻ, എൻ്റെ മരുമകളെ കാണാൻ, എൻ്റെ മകനെ കാണാൻ. ഇവരെ എനിക്ക് കണ്ടിട്ടുള്ള സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിനാണ് ഓരോരോ ദിവസവും നമസ്കാരം കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ. പടച്ച തമ്പുരാനെ, എൻ്റെ ഭർത്താവിൽ നിന്ന്, എൻ്റെ മക്കളിൽ നിന്ന്, എൻ്റെ വേറെ മക്കളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് എനിക്കൊരു കൺകുളിർമയുള്ള ജീവിതം നൽകണമേ എന്ന്. തീർന്നില്ല, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. രണ്ടാമത്തെ പ്രാർത്ഥന, എൻ്റെ കുട്ടികൾ, എൻ്റെ കുടുംബം മുത്തഖീങ്ങളുടെ ഇമാമാകണേ എന്ന് രാപ്പകലില്ലാതെ പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. അള്ളാഹുവാണ് നമ്മെ ഇത് പഠിപ്പിച്ചത്, നമ്മളെ വെറുതെ വിട്ടതല്ല അല്ലാഹ്. നമുക്ക് പണിയുണ്ട്. അഫഹസിബത്തും അന്നമാ ഖലഖനാകും അബസ. ഖുർആൻ എടുത്തു ചോദിച്ചതാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ ഞാൻ വെറുതെ പടച്ചു വിട്ടതാണെന്ന്? ഏതെങ്കിലും ഒരുത്തൻ്റെ ഭാര്യയായി അല്പം കുട്ടികളെയും പ്രസവിച്ച് നല്ലൊരു വീടും കയറ്റി ഒരു മൊബൈലിലോ അല്ലെങ്കിൽ ഒരു ടിവിയിലോ ജീവിതം കഴിപ്പിക്കാൻ വേണ്ടി മാത്രം പടച്ചു വിട്ടതാണ് ഞാൻ നിങ്ങളെ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അങ്ങനെയല്ല. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ അങ്ങനെ കളിച്ച് രസിച്ചാൽ നിങ്ങൾ ഈ ദുനിയാവ് കൊണ്ട് തീരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് കണക്ക് ബോധിപ്പിക്കാൻ നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. നിങ്ങളെ ഞാൻ എത്തിപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് അല്ലാഹ് പറഞ്ഞത്. ഇന്നാ നഹ്നു നുഹ്യി വനുമീതു വഇലൈനൽ മസീർ. ഞാനാണ് നിങ്ങൾക്ക് ജീവിതം നൽകിയത്, ഞാനാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്, എൻ്റെ അടുക്കലേക്ക് നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് സൂറത്ത് കാഫിൻ്റെ ഏതാനും അവസാനത്തെ വരിയുടെ മുമ്പായിട്ട് പറഞ്ഞ ഒരായത്തിൽ, സൂറത്ത് കാഫിൽ അവസാനമായിട്ട് പറഞ്ഞ ഒരു വചനമാണത്. നിങ്ങളെ ജീവിപ്പിക്കുന്നത്, നിങ്ങൾ കുട്ടികളും കുടുംബങ്ങളും സമ്പത്തുമായി നല്ല പോലെ സന്തോഷത്തിൽ കളിയാടുന്നില്ലേ വീട്ടിൽ? അള്ളാന്റെ ദീനിന് വേണ്ടി ഒരു മണിക്കൂറെങ്കിലും ഒരു ജീവിതത്തിൽ ചിലവഴിക്കാത്ത നിങ്ങളെ തിരിച്ച് ഞാൻ കൊണ്ടുവരും, നിങ്ങളെ ഞാൻ വിചാരണ നടത്തുമെന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ബാധ്യതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. വയസ്സായ ഒരു മാതാവിൻ്റെ സംതൃപ്തി കിട്ടാൻ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സംതൃപ്തി കിട്ടാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കാനുണ്ട്. നോക്കി നിങ്ങൾ, വയസ്സായ ഒരു ഉമ്മ സുഖമില്ലാതെ കിടന്നാൽ, രോഗിയായി കിടന്നാൽ, ആ രോഗിയായ ഉമ്മയുടെ മലമൂത്ര വിസർജനങ്ങൾ മണം തോന്നാതെ വെറുപ്പില്ലാതെ വാരാൻ നമുക്ക് കഴിയണമെങ്കിൽ അതാണ് ഈമാൻ എന്നാണ്. അതാണ് ഈമാൻ. അതല്ല അതിന് കൂലിക്കാരെയും വേലക്കാരെയും വെക്കരുത് എന്ന് ഞാൻ പറയുകയില്ല. പക്ഷേ ഒരു കൂലിക്കാരോ വേലക്കാരോ വാരലല്ല, ആ സ്നേഹബന്ധത്തിൻ്റെ, കുടുംബ ബന്ധത്തിൻ്റെ ആ മലം വാരാൻ നിങ്ങളുടെ കൈകൾ തയ്യാറാണെങ്കിൽ സ്വർഗം അല്ലാഹു നിങ്ങൾക്ക് തയ്യാറാക്കി തരികയാണ് എന്നാണ്. ഒരു കുടുംബത്തിലെ വയസ്സായ മാതാപിതാക്കൾ ഉണ്ടാകുമ്പോൾ അവരെ പരിരക്ഷിക്കാൻ ഒരുപാട് പ്രയാസമുണ്ട്. രാത്രി ഉറങ്ങാറില്ല നമ്മളൊന്നും, രാത്രി ഒരുപാട് ഉറക്കമൊഴിക്കാറുണ്ട്, ഒരുപാട് പ്രയാസപ്പെടാറുണ്ട്. പക്ഷേ ആ പ്രയാസം എന്തിന്? നാളെ പരലോകത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങൾ പ്രയാസപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. അപ്പം നമുക്ക് ഡ്യൂട്ടിയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പണികളുണ്ട്. വെറുതെ നമ്മുടെ സമയം ചിലവഴിക്കാൻ പാടില്ല എന്നതാണ്. ആ സമയം നമ്മൾ ഓരോന്നും ഓരോ സെക്കൻഡും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം. ഒരു കുടുംബത്തിലെ നായികയായ ഞാനും നിങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചല്ലോ, അദ്ദുനിയ കുല്ലുഹാ മത്താഉൻ, ഈ ദുനിയാവ് മുഴുവനും വിഭവങ്ങളാണ് എന്നാണ്. എന്നാൽ വഖൈറു മത്താഉദ് ദുനിയ, ദുനിയാവിലെ ഏറ്റവും നല്ലതായിട്ടുള്ള വിഭവം എന്ന് പറയുന്നത് അൽ മർഅതു സ്വാലിഹ എന്നാണ്. സ്വാലിഹായ ഒരു സ്ത്രീ എന്നാണ്. സ്വാലിഹായ ഒരു സ്ത്രീയാകാൻ ഞാനും നിങ്ങളും തയ്യാറാവണം. ആദ്യം
സ്വാലിഹായ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള പ്രായമുള്ള ഒരു പർദി മുഫ്തന്റി അല്ല ഈ പറയുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ യഥാവിധി പാലിക്കുന്ന ഒരു മുഅ്മിനത്തായ സ്ത്രീയെയാകുന്നു സ്വാലിഹത്തായ സ്ത്രീ എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. പ്രവാചകൻ പഠിപ്പിച്ചത്, ഖുർആൻ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്. ഫസ്വാലിഹാത്തു, സ്വാലിഹായ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഖാനിതാത്തുൻ ഹാഫിളാത്തുൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ് എന്നാണ്. അള്ളാഹു അവളോട് കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞത് മുഴുവനും കാത്തു സൂക്ഷിക്കുകയും മാത്രമല്ല സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെയാണ് നമ്മൾ ഖാനിതാത്ത് സ്വാലിഹത്തായ സ്ത്രീ എന്ന് പറയുക എന്നാണ്. ആരാണ് സ്വാലിഹായ സ്ത്രീ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന, അല്ലാഹനെയല്ലാതെ നീ വിളിച്ചു തേടരുത് എന്ന് അള്ളാഹ് പറഞ്ഞത് യഥാവിധി അനുസരിക്കുന്ന ഒരു സ്ത്രീയാകണം ഞാനും നിങ്ങളും. പടച്ചവനാണ് നമസ്കരിക്കാൻ പറഞ്ഞത്, മാതാപിതാക്കളെ സംരക്ഷിക്കാൻ പറഞ്ഞത്, ഭർത്താവിനെ അനുസരിക്കാൻ പറഞ്ഞത്, ഇതെല്ലാം തന്നെ അനുസരിക്കുന്ന ഒരു സ്ത്രീയാകണം. ഒരു സ്ത്രീയെയാണ് സ്വാലിഹത്തായ സ്ത്രീ എന്ന് പറയുന്നത് എന്നതിൽ കൂട്ടിച്ചേർത്തു. അല്ല പറഞ്ഞല്ലേ, പിന്നെന്താ പറഞ്ഞത്? ഹാഫിളാത്തുൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, അള്ളാഹു അവളോട് കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞത് അത് മുഴുവനും കാത്തു സൂക്ഷിക്കുന്നവളാണ് എന്നാണ്. ഇതാണ് നമ്മുടെ മക്കളെ ഇന്ന് നമ്മൾ പഠിപ്പിക്കേണ്ടത്. പടച്ചവൻ നമ്മോട് കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞത് തൻ്റെ ശരീരത്തെയാണ്. ഒരു പെണ്ണിൻ്റെ ശരീരത്തെ കാത്തു സൂക്ഷിക്കണം എന്ന് തന്നെയാണ് അള്ളാഹിൻ്റെ കൽപ്പന. അവിടെ ശരീരം മറ്റുള്ളവർക്ക് തോണ്ടാനോ നാമക്കാനോ വാസനിക്കാനോ രുചിക്കാനോ അതുപോലെ തന്നെ ആസ്വദിക്കാനോ ഉള്ളത് അല്ല എന്ന്. അതിനുള്ളത് അല്ല ഒരു സ്ത്രീയുടെ ഒരു ശരീരം, അതിനുള്ളതല്ല ഒരു സ്ത്രീ എന്ന്. അതൊരു സ്ത്രീയാണ് മനസ്സിലാക്കേണ്ടത്. എൻ്റെ ശരീരം മറ്റുള്ളവരെ സുഖിപ്പിക്കാനുള്ളതല്ല, എൻ്റെ അഴക് മറ്റുള്ളവരെ ആസ്വദിപ്പിക്കാനുള്ളതല്ല, എൻ്റെ അഴക് മറ്റുള്ളവരുടെ ഭ്രാന്ത് മാറ്റാനുള്ളതല്ല. ഇത് അള്ളാഹു തന്ന ശരീരമാണ്. ഇത് കാത്തു സൂക്ഷിക്കാൻ അള്ളാഹ് എന്നോട് കൽപ്പിച്ചതാണ്. അത് ഞാൻ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് ഞാനൊരു സൂക്ഷ്മതയുള്ള സ്വാലിഹത്തായ പെണ്ണാവുന്നത് എന്നുള്ള ബോധം നമ്മുടെ മക്കൾക്കും നമ്മുടെ മരുമക്കൾക്കും നമ്മുടെ പേരമക്കൾക്കും നമുക്കും ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ ഒരു സ്വർഗത്തിൻ്റെ ഉടമകളായിത്തീരുന്നത്. പ്രവാചകൻ പഠിപ്പിച്ചുവല്ലോ എന്താണ് ഈ ശരീരം കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. പ്രവാചകൻ പറഞ്ഞു, അൽ മർഅത്തു, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇദാ സ്വല്ലത്ത് ഖംസഹ, ഒരു കുടുംബിനിയായ സ്ത്രീ 5 വഖത്ത് നമസ്കരിക്കണം. ഫസ്വാമത്ത് ഷഹ്റഹ, റമദാനിൽ അവൾ നോമ്പനുഷ്ഠിക്കണം. മൂന്നാമതായി പറഞ്ഞു വഅതഅത്ത് ബഅലഹ, വിവാഹം ചെയ്യപ്പെട്ടവളാണെങ്കിൽ ആ കെട്ടിയ ഭർത്താവ് കണ്ണുള്ളവനാകട്ടെ കാലില്ലാത്തവനാകട്ടെ കണ്ണില്ലാത്തവനാകട്ടെ, തന്നെ വിവാഹം ചെയ്തവൻ പണമില്ലാത്തവനാകട്ടെ സൗന്ദര്യമില്ലാത്തവനാകട്ടെ, എവനാണെങ്കിലും ശരി അവനെ നീ അനുസരിക്കണം എന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന. 3 ഞാൻ മരിച്ചാലും നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത ഒരു വലിയ പ്രധാനപ്പെട്ട ഹദീസാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്നത്. ഇമ്രാത്തുൻ, ഒരു സ്ത്രീ, ഇദാ സ്വല്ലത്ത് ഖംസഹ, അവൾ 5 വഖത്ത് നമസ്കരിക്കുന്നുണ്ട്. വസ്വാമത്ത് ഷഹ്റഹ, അവൾ റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. വഅതഅത്ത് ബഅലഹ, അവൾ അവളുടെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യണം. 4ാമത്തെ കാര്യം വഅഹ്സനത്ത് ഫർജഹ, അവളുടെ ഗുഹ്യസ്ഥാനം അവൾ കാത്തു സൂക്ഷിക്കണം. ഈ 4 ഗുണം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഒന്നാമത്തെ എന്താണ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങൾ നിങ്ങൾ 5 വഖത്ത് നമസ്കരിക്കുക. 2ാമത്തത് നോമ്പനുഷ്ഠിക്കുക. 3ാമത്തത് ഭർത്താവിനെ അനുസരിക്കുക. 4ാമത്തത് 5ാമതായി പറഞ്ഞു വഹ്സനത്ത് ഫർജഹ, അവൾ അവിടെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കണമെന്ന്. ഇവിടെയാണ് ഞാൻ അല്പം നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ആൺമക്കൾ, നിങ്ങളോട് നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ കമ്മിറ്റി അംഗം സംസാരിച്ചുവല്ലോ. ആ പറഞ്ഞത് അല്പം നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക. നമുക്കൊക്കെ പെൺമക്കളുണ്ട്.